അസ്സലാമു അലൈക്കും. ബിസ്മില്ല. അസ്സലാത്തു വസ്സലാമു അല അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 4 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 4ാമത്തെ പാഠവും അതിൻ്റെ തദ്രീബാത്തുമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് ആ പാഠം ഒന്ന് നോക്കാം. അദ്ദറസു റാബിയോ, 4ാമത്തെ പാഠം ഇസ്തിഖ്ബാൽ. ഈ പാഠത്തിൽ നമ്മളൊരു സംഭാഷണമാണ് പഠിക്കുന്നത്. അബ്ദുർ റസാഖ്, സുലൈമാന് ഇവർ തമ്മിൽ നടത്തുന്ന ഒരു സംഭാഷണമാണ്. നമുക്കൊന്ന് നോക്കാം. അബ്ദുർ റസാഖ്: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇല ഐന അൻത? നീ എവിടേക്കാണ്? ആദ്യം സലാം പറയാണ്, എന്നിട്ട് ഇല ഐന അൻത, നീ എവിടേക്കാണ്? സുലൈമാൻ: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം മടക്കി. ഇലൽ മത്താർ, എയർപോർട്ടിലേക്കാണ്. അബി സയസുലുൽ യോമ മിൻ ദുബായ്, എൻ്റെ ഉപ്പ ഇന്ന് ദുബായിൽ നിന്ന് എത്തും. അബ്ദുർ റസാഖ്: ഫി അയ്യിസാ, എത്ര മണിക്ക്? സുലൈമാൻ: ഫി സാഅത്തിൽ ആഷിറ, 10 മണിക്ക്. അബ്ദുർ റസാഖ്: അന മഷ്ഗൂലുൻ ജിദ്ദ, സനൽതഖി മസാഅൻ ഇൻഷാ അല്ലാഹ്. അന മഷ്ഗൂലുൻ ജിദ്ദ, ഞാൻ വളരെ ബിസിയാണ്. സനൽതഖി മസാഅൻ, നമുക്ക് വൈകുന്നേരം കാണാം ഇൻഷാ അല്ലാഹ്. സുലൈമാൻ: സഅദ്ഹബു ലിസ്തിഖ്ബാലിഹി, അതിൻ്റെ അർത്ഥം ഞാൻ ഉപ്പയെ സ്വീകരിക്കാൻ പോകും. വസഅർജിഉ മഅസാനിയ ബഅദ ളുഹർ, ളുഹറിന് ശേഷം 2 മണിയോടെ മടങ്ങും. അബ്ദുർ റസാഖ്: സഅകൂനു ഫിൽ മക്തബ് ഇല റാബിഅത്തി മസാഅൻ, ഞാൻ വൈകുന്നേരം 4 മണി വരെ ഓഫീസിൽ ഉണ്ടാകും. മക്തബ് പറഞ്ഞ ഓഫീസ്, ഇല റാബിഅത്തി മസാഅൻ, വൈകുന്നേരം 4 മണി വരെ. സുലൈമാൻ: ഹസൻ, അതായത് ഓക്കെ. ഇലല്ലിക്കാ, പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അബ്ദുർ റസാഖ്: ഇലല്ലിക്കാ, പിന്നെ കാണാം. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറഞ്ഞതിന് സലാം മടക്കാണ്. ഇതോട് കൂടിയിട്ട് ഈ പാഠം കഴിഞ്ഞു. അപ്പോൾ ഈ പാഠത്തിലെ സംഭാഷണം നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിൽ പഠിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ഇസ്തിഖ്ബാൽ, അതിൻ്റെ അർത്ഥം സ്വീകരണം. ഇല ഐന, അതിൻ്റെ അർത്ഥം എവിടേക്ക്. ത്വാഇറ, വിമാനം. യസിലു, എത്തുന്നു. ദുബായ്, ഒരു രാജ്യം. മത്താർ, എയർപോർട്ട്. സ്വാഅ, സമയം, അതായത് മണിക്കൂർ. മഷഗൂൽ, ബിസി. ജിദ്ദ, വളരെ. റജാ, മടങ്ങി. ഇൽതഖ, കണ്ടുമുട്ടി. ഹസൻ, ഓക്കെ. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. നോക്കൂ, ഇവിടെ ചോദ്യങ്ങളൊക്കെ അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരങ്ങളും അറബിയിൽ തന്നെ എഴുതണം. നമുക്ക് ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഉത്തരം എഴുതാം. 1ാമത്തെ ചോദ്യം: ഇല ഐന യദ്ഹബു സുലൈമാൻ, അതിന്റെ അർത്ഥം സുലൈമാൻ എവിടേക്കാണ് പോകുന്നത്? അപ്പൊ അവിടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത് യദ്ഹബു ഇലൽ മത്താർ, അതിന്റെ അർത്ഥം എയർപോർട്ടിലേക്കാണ് പോകുന്നത്. 2ാമത്തെ ചോദ്യം: ലിമ യദ്ഹബു സുലൈമാൻ ഇലൽ മത്താർ, അതിന്റെ അർത്ഥം സുലൈമാൻ എന്തിനാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്? അപ്പൊ അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് യദ്ഹബു ലിസ്തിഖ്ബാലി അബീഹി, അതിന്റെ അർത്ഥം അവന്റെ പിതാവിനെ സ്വീകരിക്കാനാണ് പോകുന്നത്. 3ാമത്തെ ചോദ്യം: മത്താ യകൂനു അബ്ദുർ റസാഖ് ഫിൽ മക്തബ്, അതിന്റെ അർത്ഥം അബ്ദുർ റസാഖ് ഓഫീസിൽ എത്ര സമയം വരെ ഉണ്ടാകും? അതിനുത്തരമായിട്ട് എഴുതേണ്ടത് ഇല റാബിഅത്തി മസാഅൻ, അർത്ഥം വൈകുന്നേരം 4 മണി വരെ. 4ാമത്തെ ചോദ്യം: ഫി അയ്യി സാഅത്തിൻ യസിലുൽ അബ്, അതിന്റെ അർത്ഥം പിതാവ് എത്ര മണിക്കാണ് എത്തുന്നത്? ഉത്തരം ഫി സാഅത്തിൽ ആഷിറ, അർത്ഥം 10 മണിക്ക്. അപ്പൊ നിങ്ങളിവിടെ ഉത്തരങ്ങളൊക്കെ ഇവിടെ കാണിച്ചതുപോലെ അറബിയിൽ എഴുതുക. ഇവിടെ അർത്ഥം പറയുന്നത് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഉത്തരം നിങ്ങൾ അറബിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ 3ാമത്തെ പ്രവർത്തനം നക്തുബു കമാഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ എഴുതാനുള്ളതാണ്. നോക്കൂ, അദ്ഹബു, ഞാൻ പോകുന്നു. സ അദ്ഹബു, ഞാൻ പോകും. അതുപോലെ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. അർജിയോ, ഞാൻ മടങ്ങുന്നു. അസ്തഖ്ബിലു, ഞാൻ സ്വീകരിക്കുന്നു. യസിലു, അവൻ എത്തുന്നു. നൽതഖി, നാം കണ്ടുമുട്ടുന്നു. ഇതെല്ലാം നമ്മൾ സ വെച്ചിട്ട് നമ്മൾ ചേർത്ത് എഴുതണം. നോക്കൂ, അർജിയോ, ഞാൻ മടങ്ങുന്നു.
സ അർജിയോ ഞാൻ മടങ്ങും. അവിടെ നിങ്ങൾ ഇവിടെ കാണിച്ചതുപോലെ എഴുതുക. അസ്തഖ്ബിലു ഞാൻ സ്വീകരിക്കുന്നു. സ അസ്തഖ്ബിലു ഞാൻ സ്വീകരിക്കും. യസിലു അവൻ എത്തുന്നു. സ യസിലു അവൻ എത്തും. നെൽതക്കി നാം കണ്ടുമുട്ടുന്നു. സ നെൽതക്കി നാം കണ്ടുമുട്ടും. അതുപോലെ നിങ്ങൾ ഇവിടെ കാണിച്ചതുപോലെ ആ വരിയിൽ എഴുതുക. ഇനി നക്തുബു കമാഫിൽ മിസാൽ അതിലെ രണ്ടാമത്തെ പ്രവർത്തനമാണ് നോക്കുന്നത്. സ യസിലുൽ അബു ഫി സാഅത്തിൽ ആഷിറ അതിന്റെ അർത്ഥം ഉപ്പ 10 മണിക്ക് എത്തും. അതുപോലെ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകൾ മാറ്റി എഴുതാനുള്ളതാണ്. അതായത് അബു എന്നുള്ളതിന് പകരം മുഅല്ലിം, അതേപോലെ ടൈം അല്ല, നമ്മൾ അതുപോലെ മാറ്റിയിട്ട് നമ്മൾ എഴുതാനുള്ളതാണ്. നോക്കൂ, സയസിലുൽ മുഅല്ലിമു ഫി സാഅത്തിൽ ആഷിറ അതിന്റെ അർത്ഥം എന്താണ്? മുഅല്ലിം 10 മണിക്ക് എത്തും. അതുപോലെ സയസിലു മുഹമ്മദുൻ ഫി സാഅത്തിൽ ഖാമിസ അതിന്റെ അർത്ഥം മുഹമ്മദ് 5 മണിക്ക് എത്തും. മൂന്നാമത്തേത് നോക്കൂ, സയസിലു അലിയുൻ ഫി സാഅത്തി സാലിസ അലി 3 മണിക്ക് എത്തും. അതുപോലെ നിങ്ങൾ അവിടെ എഴുതുക. ഇനി നോക്കൂ, അതിലെ മൂന്നാമത്തെ പ്രവർത്തനം നക്തുബു കമാഫിൽ മിസാൽ അതിലെ മൂന്നാമത്തെ പ്രവർത്തനം. റാബിയത്തു സബാഹൻ അതായത് 4 AM, റാബിയത്തു മസാഹൻ 4 PM, അതുപോലെ 5 AM 5 PM, 7 AM 7 PM, 6 AM 6 PM. അതൊക്കെ നമ്മൾ അവിടെ അറബിയിൽ എഴുതണം. നോക്കൂ, അർ റാബിയത്തു സബാഹൻ 4 AM. അപ്പൊ 5 AM നമ്മൾ എങ്ങനെ എഴുതുക? അൽ ഖാമിസത്തു സബാഹൻ 7 AM, അസ്സാബിയത്തു സബാഹൻ 6 AM, അസ്സാദിസത്തു സബാഹൻ. അതുപോലെ ഇപ്പുറത്തെ കോളത്തിൽ നോക്കൂ, അർ റാബിയത്തു മസാഹൻ 4 PM 5 PM, അൽ ഖാമിസത്തു മസാഹൻ 7 PM, അസ്സാബിയത്തു മസാഹൻ 6 PM, അസ്സാദിസത്തു മസാഹൻ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തദ്രീബാത്തിലെ 4ാമത്തെ പ്രവർത്തനം നഖ്റഉ വനൻസഹ് വായിച്ചിട്ട് അതുപോലെ പകർത്തി എഴുതാനുള്ളതാണ്. അസ്സാഅത്തുൽ ഊല അതുപോലെ എടുത്തിട്ട് അതിന്റെ താഴത്തെ ബോക്സിൽ എഴുതുക. അസ്സാഅത്തു സാനിയ, അസ്സാഅത്തു സാലിസ, അസ്സാഅത്തു റാബിയ, അസ്സാഅത്തുൽ ഖാമിസ, അസ്സാഅത്തു സാദിസ, അസ്സാഅത്തു സാബിയ, അസ്സാഅത്തു സാമിന, അസ്സാഅത്തു താസിയ, അസ്സാഅത്തുൽ ആഷിറ, അസ്സാഅത്തുൽ ഹാദിയത അഷ്റ, അസ്സാഅത്തു സാനിയത അഷ്റ. അതുപോലെ എടുത്തിട്ട് അത് താഴെയുള്ള വരിയിൽ നിങ്ങൾ ഇവിടെ കാട്ടിയതുപോലെ എടുത്തിട്ട് എഴുതുക. ഇതോട് കൂടിയിട്ട് ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.